നിന്നിലേക്ക്. രചന മിഴിമോഹന. അവതരണം മിത്രവിന്ദ. അണ്ണ, ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഈ കാറിന് പിന്നാലെ ഉണ്ടായിരുന്നു ഞാൻ. പറയുന്നതിനൊപ്പം തൊരപ്പൻ്റെ ഓർമ്മകൾ അല്പം പിറകോട്ട് പോയി. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഹർഷൻ്റെ ബന്ധുക്കൾ വന്നതും സതീഷിനും തൊരപ്പനും അവിടുന്ന് മാറാമെന്നുള്ള സാഹചര്യത്തിലേക്ക് വന്നു. ഇനി നമുക്ക് സുധിയുടെ അടുത്തേക്ക് പോകാം, പിള്ളേരോട് തനിച്ചല്ലേ. സതീഷ് വാച്ചിലേക്ക് നോക്കുമ്പോൾ തൊരപ്പൻ കോട്ടുവായി ഇട്ടുകൊണ്ട് അവൻ അടുത്തേക്ക് വന്നു. അണ്ണ, നേരെ ചൊവ്വയൊന്ന് ഉറങ്ങിയിട്ട് ദിവസം കുറേയായി. ഞാൻ താഴെ പാർക്കിങ്ങിൽ പോയി ഒന്ന് കിടന്നോട്ടെ, വല്ലാത്ത ക്ഷീണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ ഓടി വരാം. തൊരപ്പൻ ഒരു കോട്ടുവായൊക്കെ ഇടുമ്പോൾ സതീഷ് അവൻ്റെ തോളിലൊന്ന് തട്ടി. നീ പോയി കിടന്നുറങ്ങിക്കോ, ഇനി കുറച്ചു നേരത്തേക്ക് ഇവിടെ ആവശ്യം കാണില്ല. പിന്നെ ചായ വല്ലതും വാങ്ങി കുടിച്ചോണം, പൈസയുണ്ടോ? സതീഷ് പോക്കറ്റിലേക്ക് കൈയിട്ടതും ആ കയ്യിൽ കടന്നു പിടിച്ചവൻ, അയ്യേ, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് കാശുണ്ടെണ്ണ. ഇനി അഥവാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം. നേരത്തെ ചിരിയോടെ പറഞ്ഞുകൊണ്ട് തൊരപ്പൻ പോകുമ്പോൾ സതീഷ് സുധിയുടെ ICU ലക്ഷ്യമാക്കി പോയിരുന്നു. ശരീരത്തിൻ്റെ ക്ഷീണം തെല്ലൊന്ന് കുറയ്ക്കാൻ വേണ്ടി ക്യാൻറ്റീനിൽ നിന്നും ഒരു ചായയും വാങ്ങിക്കുടിച്ച് തൻ്റെ ടാക്സി കാറിലേക്ക് കയറി തൊരപ്പൻ. പാതി തുറന്നിട്ട ഡോറിലേക്ക് ഒരു കാല് അല്പം ഉയർത്തി വെച്ചു. ക്ഷീണം കണ്ണുകളെ മൂടുമ്പോൾ അവൻ അറിയാതെ തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. മിനിറ്റ് സൂചി ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ പായുന്ന ഏതോ നിമിഷത്തിൽ ഉറക്കത്തിൽ ഡോറിൽ നിന്നും കാൽ വഴുതി പോയതും ഞെട്ടി ഉണർന്നു തൊരപ്പൻ. വലതുവശത്തുകൂടി ഒഴുകിയിറങ്ങിയ ഏളുവ വലങ്കയ്യാലെ തുടച്ചുകൊണ്ട് കണ്ണൊന്ന് വലിച്ചു തുറന്നു തൊരപ്പൻ. ശേഷം വീണ്ടും മയക്കത്തിലേക്ക് പോകാനായി തയ്യാറെടുത്തവൻ ഒരു ഞെട്ടലോടെ കണ്ണുകൾ മിഴിച്ച് ഗ്ലാസ്സിലൂടെ നോക്കി. തനിക്ക് കുറച്ചകലെയായി സദാനന്ദനൊപ്പം കാറിലേക്ക് കയറാനായി ഒരുങ്ങുന്നവൾ. ലച്ചു, ഈ കുട്ടി എന്തിനാ അയാളുടെ കൂടെ പോകുന്നത്? തൊരപ്പൻ്റെ കണ്ണുകൾ നാലുപാടും പാഞ്ഞു. ഇതിലെന്തോ അപകടമുണ്ട്. അയാൾ വെറുതെ അതിനെ വിളിച്ചുകൊണ്ട് പോവില്ല. പറയുന്നതിനൊപ്പം ചാടിയിറങ്ങിയ തൊരപ്പൻ മുൻപോട്ടാഞ്ഞതും ലച്ചുവിനെയും കൊണ്ട് സദാനന്ദൻ്റെ കാർ മുൻപോട്ടെടുത്തു കഴിഞ്ഞു. കാറിൻ്റെ ബോണറ്റിലൊന്ന് ആഞ്ഞിടിച്ചുകൊണ്ട് തൊരപ്പൻ അകത്തേക്ക് കൈയിട്ട് ഫോണെടുത്തതും അത് സ്വിച്ച് ഓഫ്. സതീഷണ്ണനെ ഓടിപ്പോയി അറിയിച്ചാലോ? അയ്യോ വേണ്ട, ആ സമയം കൊണ്ട് അയാൾ കൊച്ചിനെ ഉപദ്രവിക്കും. അവർക്ക് പുറകെ പോകുന്നതാ ബുദ്ധി. കാറിലേക്ക് ചാടിക്കയറിയ തൊരപ്പൻ നിമിഷ നേരം കൊണ്ട് സദാനന്ദൻ്റെ കാറിനെ ചേസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് കിടന്ന് പായുന്ന കാറിന് പിന്നാലെ തൊരപ്പനും കൂടുമ്പോൾ പല വണ്ടികളിൽ ഇടിക്കാനായി പോയി കാറിനെ സ്വയം വരുതിയിലാക്കിയവൻ. ട്രാഫിക് ബ്ലോക്കും സിഗ്നലുകളും പിന്നിടുമ്പോൾ ഹോൺ മുഴക്കി അവർക്ക് പിന്നാലെ എത്താനായി വെപ്രാളം തള്ളിയവൻ. സുധിയണ്ണൻ്റെ നാട്ടിലേക്കുള്ള വഴിയാണല്ലോ. ഏതോ ഒരു ട്രാഫിക് സിഗ്നൽ എത്തിയതും തൊരപ്പൻ കണ്ണടച്ച് തുറക്കുമ്പോൾ സദാനന്ദൻ്റെ കാർ വലത്തോട്ട് പോയി. എന്നാൽ ഇടതുവശത്തുനിന്നും സിഗ്നൽ ഭേദിച്ചു വന്ന രണ്ട് വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചത് ക്ഷണനേരം കൊണ്ട് കഴിഞ്ഞു. സദാനന്ദൻ്റെ വണ്ടിക്ക് പുറകെ പോകാൻ കഴിയാതെ ആ ബ്ലോക്കിൽപ്പെട്ടതും കാറിൻ്റെ സ്റ്റിയറിങ്ങിൽ ആഞ്ഞിടിച്ചവൻ. ചേട്ടാ, പോലീസ് ജീപ്പ് ടൗണിലെ ഓട്ടോയുമായി ഇടിച്ചതാ, ബ്ലോക്ക് മാറ്റാൻ സമയമെടുക്കും. കാറിൽ നിന്നും തൊരപ്പൻ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ വശത്ത് ജാമായി നിൽക്കുന്ന സ്കൂട്ടറുകാരൻ പറഞ്ഞതും ഡോറടിച്ചവൻ വീണ്ടും സ്റ്റിയറിങ്ങിൽ ആഞ്ഞടിച്ചു. എൻ്റെ പടച്ച തമ്പുരാനെ, ദുഷ്ടനയാൾ. ആ കൊച്ചിന് ഒരു സ്നേഹവും ഇല്ല അയാളോട്. പിന്നെന്തിനാ അത് അയാളുടെ കൂടെ പോയത്? പാഞ്ഞു വരുന്ന ആംബുലൻസിൻ്റെ ശബ്ദത്തിനൊപ്പം തൊരപ്പൻ നഖം കടിച്ചുകൊണ്ട് ചുറ്റും നോക്കി. ആംബുലൻസ് ചേറിപ്പായുമ്പോഴും ട്രാഫിക് ക്ലിയർ ആവുമ്പോഴും ഒട്ടും ക്ഷമയില്ലാത്തവനെ പോലെ സ്റ്റിയറിങ്ങിൽ വീണ്ടും ഇടിച്ചു. ബ്ലോക്ക് നീങ്ങിയതും കാറ് മുൻപോട്ടെടുത്തതും കൺമുമ്പിൽ നിന്നും മറിഞ്ഞുപോയ സദാനന്ദൻ്റെ കാറിന് വേണ്ടി തൊരപ്പൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ പരതി. ഉറപ്പായും അണ്ണൻ്റെ നാട്ടിലേക്കാണ് പോയത്. അവിടുത്തെ കുളത്തിൽ ആ കൊച്ചിനെ മുക്കിക്കൊല്ലാനായിരിക്കും അവൻ്റെ ഉദ്ദേശം. അല്ലെങ്കിലും സ്വന്തം മകൻ്റെ രക്തത്തിലുണ്ടായ കുഞ്ഞിനെ അവനെക്കൊണ്ട് തന്നെ കൊല്ലിക്കാൻ നോക്കിയ അയാൾക്ക് എന്തു മനുഷ്യത്വമാണുള്ളത്?
പറയുന്നതിനൊപ്പം തന്നെ അടിവാരത്തെ റോഡിലേക്ക് കാറും അടച്ചവൻ. പിന്നങ്ങോട്ട് കാറിൻ്റെ വേഗത കൊണ്ട് സ്വന്തം കയ്യിൽ നിന്നും നിയന്ത്രണം വിട്ടുപോകുന്ന കാറിനെ വരുതിയിലാക്കാനുള്ള യാത്രയായിരുന്നു അവൻ്റേത്. വശത്തേക്ക് ഇടിച്ച് കുത്തി നിൽക്കുന്ന സദാനന്ദൻ്റെ കാർ കണ്ടതും പതുക്കെ വേഗത കുറച്ചു വന്ന തുരപ്പൻ്റെ വണ്ടി വളവ് റോഡിലേക്ക് തനിയെ ഒതുങ്ങിയതും ആ കാറിൽ നിന്നും ചാടി ഇറങ്ങി വന്നവൻ സദാനന്ദൻ്റെ കാറിന് ചുറ്റും ഒന്ന് നോക്കി. ഇയാൾ എവിടെ? നഖം കടിച്ചുകൊണ്ട് കണ്ണുകൾ മുകളിലോട്ട് പോകുമ്പോൾ തുരപ്പൻ ഒന്ന് ഞെട്ടി. അങ്ങ് മലമുകളിലേക്ക് ഓടിക്കയറുന്ന പെണ്ണിന് പിന്നാലെ കത്തിയുമായി പായുന്ന സദാനന്ദൻ. ഒരു നിമിഷം പോലും കളയാതെ അവർക്ക് പിന്നാലെ ഓടിക്കഴിഞ്ഞിരുന്നു തുരപ്പനും. ചെയ്ത തെറ്റിനും ചെയ്യാത്ത തെറ്റുകൾക്കും പോലീസിൽ നിന്നും ഒരുപാട് ഇടി വാങ്ങിക്കൂട്ടിയതുകൊണ്ട് മനസ്സിനൊത്ത് മുൻപോട്ട് പോകാത്ത ശരീരം തുരപ്പനെ പലകുറി പ്രതിസന്ധിയിലാഴ്ത്തി. പലപ്പോഴും വേച്ച് വെച്ച് വീഴാൻ പോയ ശരീരത്തെ വീണ്ടും പരിധിയിലാക്കി മുൻപോട്ട് ഓടിയവൻ പാതി വഴിയിൽ തനിക്ക് കിട്ടിയ സഹോദരിക്ക് വേണ്ടി, ലക്ഷ്മിക്ക് വേണ്ടി അണച്ചുകൊണ്ട് മുകളിലേക്ക് അവൻ എത്തിയതും ലച്ചുവിനെ ലക്ഷ്യമാക്കി കത്തിയുമായി മുൻപോട്ട് കാലുകൾ വയ്ക്കുന്ന സദാനന്ദൻ അയാളുടെ വന്യമായ നോട്ടത്തിൽ, പെരുമാറ്റത്തിൽ ഭയന്ന് പുറകോട്ട് അടിവെക്കുമ്പോൾ ഏത് നിമിഷവും കാല് തെറ്റി പാറക്കുഴിയിലേക്ക് പോകുന്ന അവസ്ഥയിലും മുൻപോട്ട് വന്നാൽ സദാനന്ദൻ്റെ കൈകൾ അവളെ ഇല്ലാതെയാക്കും. പുറകോട്ട് പോയാൽ മറ്റൊരു തരത്തിൽ ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. ഭയം കൊണ്ട് ലച്ചുവിൻ്റെ മാറിട ഉയർന്നു പൊങ്ങി. കണ്ണുകൾ പാറക്കുഴിയിലും അയാളിലും ഭയത്തോടെ തെറ്റി മാറുമ്പോൾ കണ്ടു തൻ്റെ ഉദരത്തെ ലക്ഷ്യമാക്കി മുൻപോട്ട് വരുന്ന സദാനന്ദൻ്റെ കാല്. ആ നിമിഷം ലച്ചുവിൻ്റെ ഒച്ച ഒന്നുയർന്നു പൊങ്ങി. ചെവി പൊത്തി കണ്ണുകൾ ഇറുക്കി അടച്ചവൾ. ഉയർന്നു പൊങ്ങിയ ശബ്ദം ആ കുന്നിൻ ചെരുവിൽ അലിഞ്ഞു തീരുമ്പോഴും തന്നിലേക്ക് എത്താത്ത അയാളുടെ പ്രഹരത്തിനർത്ഥം മനസ്സിലാക്കാതെ ഭയത്തോടെ കണ്ണു തുറന്നവൾ പിൻകഴുത്തിൽ തുളച്ചു കയറിയ കത്തിയുമായി പാറയിൽ കിടന്ന് മരണത്തോട് മല്ലിടുന്ന സദാനന്ദൻ, അയാൾക്ക് പുറകിൽ പല്ല് കടിച്ച് മുഷ്ടി ചുരുട്ടി നിൽക്കുന്ന തുരപ്പൻ. ആ നിമിഷം ഭയത്തോടെ ലച്ചു പുറകോട്ടായാൻ ഒരുങ്ങിയതും തുരപ്പൻ്റെ കൈകൾ അവളെ താങ്ങി. മോളെ, ആ വിളിയിൽ ചൂട് ചോര തെറിച്ച അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നവൾ. ഇക്ക, അയാൾ എന്നെ. അവളുടെ കണ്ണുകൾ അയാളിൽ എത്തുമ്പോൾ പിടഞ്ഞില്ലാതെയായി കഴിഞ്ഞിരുന്നു സദാനന്ദൻ. ഓർമ്മയിൽ നിന്നും തുരപ്പൻ തിരികെ വരുമ്പോൾ ആ കയ്യിൽ വലത്ത് കൈകൊണ്ട് മുറുക്കെ പിടിച്ചു കിച്ചൻ. ഇക്ക, ഇടത്ത് കൈകൊണ്ട് ലച്ചുവിനെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട് കിച്ചൻ വിതുമ്പുമ്പോൾ നേർമയായി ഒന്ന് ചിരിച്ച അയാൾ. എന്തിനാ കിച്ച മോനെ നീ കരയുന്നത്? എന്തിനാ? എൻ്റെ സുധിയണ്ണന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ മയ്യത്തയങ്ങ് ചെല്ലുമ്പോൾ മലക്കുകൾ എന്നെ വിസ്താരം നടത്തും. നല്ലവരായ നിങ്ങളെ സഹായിക്കാഞ്ഞതിന് പടച്ചോൻ എന്നെ ശിക്ഷിക്കും, അല്ലേ മോളെ? ഇക്ക. ആ നിമിഷം ചുണ്ടൊന്ന് വിതുമ്പി ലച്ചു കിച്ചൻ്റെ ഷട്ടിൽ മുറുക്കെ പിടിച്ചു. മമ്മദേ, എടാ. ആ നിമിഷം പാറക്കെട്ട് വലിഞ്ഞു കയറി വന്ന റഷീദക്ക അണച്ചുകൊണ്ട് അവനെ നോക്കുമ്പോൾ കണ്ണിൽ നേരിയ ശാസനയോടെ അയാളെ തിരിച്ചു നോക്കി. ഇക്ക എന്തിനാ ഈ വയ്യാത്ത കാലം വെച്ച് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? ആ വല്യമാവനും ഉണ്ടോ? പുറകെ കയറി വന്ന വല്യമാവനെയും ശാസനയോടെ നോക്കി തുരപ്പൻ. പോലീസ് വന്നു കഴിഞ്ഞ് ഞാൻ താഴോട്ട് വരില്ലേ? ഇനി ഈ കാലിൻ്റെ വേദന കൂട്ടിക്കോണം രണ്ടും. മോനെ ഇച്ച്. ആ നിമിഷം സദാനന്ദൻ്റെ ശരീരത്തിലേക്ക് നോക്കിയ ശേഷം റഷീദക്ക തുരപ്പനെ കണ്ണു നിറച്ചുകൊണ്ട് നോക്കി. അയ്യേ, രണ്ടുപേരെ കുത്തിമലർത്തിയ നിങ്ങൾ തന്നെയാണോ ഇക്ക ഈ കണ്ണീർ പൊഴിക്കുന്നത്? ഇക്ക എന്നെ ഏൽപ്പിച്ച് കത്തിയാണ് ആ പന്നിയുടെ കഴുത്തിൽ കുത്തി ഇറക്കിയത് ഞാൻ. മോനെ. എന്നിട്ടും കരച്ചിൽ നിയന്ത്രിക്കാനാവാതെ റഷീദക്ക അവനെ തോളിലേക്ക് ചേർക്കുമ്പോൾ വല്യമാവൻ കണ്ണുകൾ പതുക്കെ തുടച്ചു. ഈ കേസൊന്നും അധികം നിൽക്കില്ല എൻ്റെ ഇക്ക. ഏറിപ്പോയാൽ 3-4 വർഷം. ഞാനിങ്ങ് വരില്ലേ? അന്ന് എന്നെ നിങ്ങൾ കൈവിടാതിരുന്നാൽ മതി. എനിക്കാരുമില്ല, കയറിച്ചെല്ലാനൊരിടവുമില്ല. തുരപ്പൻ്റെ ശബ്ദം ഇടറുമ്പോൾ വല്യമാവൻ അവനടുത്തേക്ക് വന്നു. ആരാ പറഞ്ഞേ നിനക്കാരുമില്ലെന്ന്?
അനാഥനായി വളർന്ന നീ സനാഥനായി മരിക്കാനാണ് യോഗം. ജന്മം തന്നില്ലെങ്കിലും അച്ഛനായി കാണാൻ നിനക്കെന്നെ. പിന്നെ ഈ നിൽക്കുന്നതൊക്കെയും നിന്റെ കൂടപ്പിറപ്പുകൾ തന്നെയാണ്. അല്ലയോടെ മക്കളെ. വല്യമാവൻ കണ്ണു നിറച്ച് കിച്ചനെയും സതീഷിനെയും നോക്കി. ഇക്ക എന്ന് വിളിച്ചത് ഉള്ളിൽ തട്ടി തന്നെയാണ്. അതൊരിക്കലും ആയില്ല. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് കിച്ചൻ പറയുമ്പോൾ സതീഷ് തുറപ്പിനെ നെഞ്ചിലേക്ക് ചേർത്തു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അടുപ്പമാണ് നമ്മൾ തമ്മിൽ. അതീ ജന്മം മുഴുവൻ കാണും. പതുക്കെ അവൻ്റെ കണ്ണുനീർ സതീഷ് ഒപ്പിക്കൊടുക്കുമ്പോഴേക്കും പോലീസ് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ജോർജ് കോശയ്ക്ക് പകരം വന്ന പോലീസുകാർ മൃതദേഹത്തിൻ്റെ മഹസർ എഴുതി എല്ലാവരുടെയും മൊഴിയെടുത്തു. ശേഷം അയാളുടെ ബോഡി താഴേക്ക് കൊണ്ടുപോകുമ്പോൾ എ.എസ്.ഐയുടെ കണ്ണുകൾ സതീഷിലും കിച്ചനിലും വന്ന് നിന്നു. സതീഷ് എ.എസ്.ഐ വിളിക്കുമ്പോൾ സതീഷും കിച്ചനും അയാൾക്കടുത്തേക്ക് നീങ്ങി നിന്നു. ജോർജ് കോശി സാർ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ മൊഴി ആരും മാറ്റാതിരുന്നാൽ മതി, വേറെ കുഴപ്പമില്ല. മകന് സംഭവിച്ച അപകടത്തിൽ മാനസിക നില തെറ്റിയ സദാനന്ദൻ ബന്ധുവായ പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അതുവഴി മറ്റൊരാവശ്യത്തിന് വന്ന തൊരപ്പൻ എന്നറിയപ്പെടുന്ന മമ്മദ് പെൺകുട്ടിയുടെയും സ്വന്തം ജീവൻ്റെയും രക്ഷാർത്ഥം സദാനന്ദനെ കുത്തിക്കൊന്നു. ഇതാണ് മഹസർ എഴുതാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നാളെ കോടതിയിൽ പ്രതിയായ മമ്മദ് കാലുമാറിയാൽ പിന്നെ അന്വേഷണം പല വഴിക്ക് പോകും. വാദി പ്രതിവായെന്നൊക്കെ ഇരിക്കും. എ.സി രണ്ടുപേരെയും മാറി മാറി നോക്കുമ്പോൾ തൊരപ്പൻ അവിടേക്ക് നീങ്ങി നിന്നു. ഞാൻ മൊഴി മാറ്റില്ല സാറേ, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എല്ലാം ഇതോടെ കലങ്ങി തെളിയണം. ഇനിയെങ്കിലും അതുങ്ങൾ സ്വസ്ഥമായിട്ടൊന്ന് കഴിയട്ടെ. നമുക്ക് പോകാം. കയ്യിലെ വിലങ്ങുമായി പോലീസുകാർക്കൊപ്പം തൊരപ്പൻ താഴേക്ക് ഇറങ്ങുമ്പോൾ പുറകെ ഇറങ്ങി എല്ലാവരും. ചെറുമൂളലോടെ അവൻ തല കുലുക്കുമ്പോഴും വിലങ്ങിട്ട ആ കയ്യിൽ നിന്നും പിടിവിട്ടിട്ട് പിടിവിട്ടില്ല വലിയമാവനും റഷീദയ്ക്കയും. പോയിട്ട് വരട്ടെന്ന് പറയടാ. അയാൾ പറയുന്നതനുസരിച്ച് ജീപ്പ് മുൻപോട്ട് നീങ്ങിത്തുടങ്ങുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ പതുക്കെ തുടച്ചു. കിച്ചേട്ടാ. പോലീസ് ജീപ്പ് കൺമുമ്പിൽ നിന്നും മായുമ്പോൾ കിച്ചൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി ലച്ചു. എൻ്റെ ലച്ചു, നീ എന്ത് പണിയാ കാണിച്ചത്? ഇക്ക വന്നില്ലായിരുന്നെങ്കിൽ നീയും നമ്മുടെ കുഞ്ഞും ഇന്ന് ജീവനോടെ കാണുമായിരുന്നോ? കിച്ചൻ ശാസനയോടെ പറയുമ്പോൾ സതീഷ് അവൻ്റെ തോളിൽ പിടിച്ചു. ഇച്ച, വേണ്ട, കൊച്ചിനെ ഇനി ഒന്നും പറയണ്ട. അവളുടെ സ്ഥാനത്ത് ആരായാലും ആ നിമിഷം ഇങ്ങനെയൊക്കെ ചെയ്യൂ. ഇപ്പം തന്നെ അതിന് നല്ല പേടി കിട്ടിയിട്ടുണ്ട്. സതീഷേട്ടാ, ഞാൻ അവളെ വഴക്ക് പറഞ്ഞതല്ല. കുറച്ച് സമയം കൊണ്ട് ഞാൻ അനുഭവിച്ച വേദന അത് പറഞ്ഞറിയിക്കാൻ പോലും എനിക്കറിയില്ല. കിച്ചൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി കരഞ്ഞു ലച്ചു. പോട്ടെ, അതൊക്കെ വിട്ടുകളാം. ഈ സമയം ഇങ്ങനെ കരയാനേ പാടില്ല. പിന്നെ ദേഹം ഇളകിയതല്ലേ, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. പറയുന്നതിനൊപ്പം സതീഷ് പോക്കറ്റിൽ നിന്നും ഒരു ചാവി കയ്യിലെടുത്തു. ദേ, തൊരപ്പൻ്റെ വണ്ടിയുടെ ചാവി എൻ്റെ കയ്യിലുണ്ട് മോനെ. അമ്പാടി, നീ ആ വണ്ടിയിൽ ലച്ചുവിനെ കൊണ്ട് ഉമയുടെ അടുത്തേക്ക് പോയിക്കോ. പിള്ളേരും അവിടെ ഇല്ലേ? കുറച്ചു നേരം ഒന്ന് ഉറങ്ങി എണീറ്റാൽ അവൾ നേരെയാകും. സതീഷ് പറഞ്ഞതും ലച്ചു കിച്ചൻ്റെ മുഖത്തേക്ക് നോക്കി. അമ്പാടിയോട് പോയിക്കോ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. അവിടെ ഒരാളില്ലേ? ഒരേ ദിവസം തന്നെ ഭർത്താവും മകനും നഷ്ടമായ ഒരു സ്ത്രീ. അവരെ നമുക്ക് കൈവിടാൻ കഴിയുമോ? നെഞ്ച് പൊട്ടിയവർ ചാവാതിരിക്കണമെങ്കിൽ ഒരു സത്യം അവർ അറിയണം. അവർക്ക് അവകാശപ്പെട്ടത് ഈ ഭൂമിയിൽ ഇനിയും ബാക്കിയുണ്ടെന്നറിയണം. കിച്ചൻ പറയുന്നതിൻ്റെ പൊരുളറിയാതെ ലച്ചു അവനെ നോക്കുമ്പോൾ അവളുടെ നെറുകയിൽ മെല്ലെയൊന്ന് മുത്തി കിച്ചൻ. പൊയ്ക്കോ, ഇനി ആര് വിളിച്ചാലും ചാടിപ്പോകരുത്. നമ്മുടെ കുഞ്ഞിനെ ഓർത്തോണം കേട്ടോ. നന്നായി മോനെ, വിട്ടുകൊടുക്കാനല്ല, അവൾക്ക് മുൻപോട്ട് ജീവിക്കാൻ. ആ കുഞ്ഞൊരു കച്ചിത്തുരുമ്പാണെങ്കിൽ അവൾ അറിയുക തന്നെ വേണം, അല്ലേ റഷീദേ? കാറ് ഹോസ്പിറ്റലിലേക്ക് തിരികെ പോകുമ്പോൾ വല്യമ്മാവിൻ്റെ വാക്കുകൾക്കനുസരിച്ച് റഷീദ് കണ്ണുകൾ തുടച്ചു. അല്ലാ, എന്തൊരു വിധി ആ കുഞ്ഞിൻ്റെ! സ്വന്തം ഉപ്പ തന്നെ അതിനെ കൊല്ലാൻ നോക്കിയില്ലേ? പടച്ചതമ്പുരാൻ സ്വർഗത്തിൽ പോലും മാപ്പ് കൊടുക്കില്ല ആ ഹറാം പിറന്നവന്. ഈ ലോകം അങ്ങനെയാണ് കുഞ്ഞെ. പെണ്ണിനും പൊന്നിനും സ്വന്തമായവരെ നശിപ്പിക്കാൻ ആർക്കും ഒരു മടിയില്ല. കണ്ടില്ലേ,
ലക്ഷ്മി മോൾക്ക് വേണ്ടി സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ പോലും അവൻ ഇല്ലാതാക്കാൻ നോക്കിയത്. അവനറിയാം, ആ കുഞ്ഞ് ജീവനോടെ ഇരുന്നാൽ നാളെ രക്തത്തെ തിരിച്ചറിയുന്ന ഒരു വേളയിൽ അവൻ്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന വാളായി മാറുമെന്ന്. അതുകൊണ്ട് തന്നെയല്ലേ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. വലിയമാവൻ സീറ്റിലേക്ക് ചാരിക്കിടക്കുമ്പോൾ അയാളുടെ ഓർമ്മകൾ വീണ്ടും സദാനന്ദനുമായുള്ള കൂടിക്കാഴ്ചയിലേക്ക് ഒരിക്കൽ കൂടി പോയി കഴിഞ്ഞിരുന്നു. ലക്ഷ്മി മോളെ, നീ ഈ അമ്മാവൻ്റെ മുത്താടി, അമ്മാവൻ്റെ സ്വത്ത്. അമ്മാവൻ പൊന്നുപോലെ നോക്കുന്നിന്നെ, പൊന്നുപോലെ. മദ്യത്തിൻ്റെ ആസക്തിയിൽ നാക്ക് കൊഴിഞ്ഞയാൾ തറയിൽ നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ തൊരപ്പൻ പല്ല് കടിച്ച് അയാളെ നോക്കി. കുത്തി അങ്ങ് മലർത്തട്ടെ വല്യമാവ. എന്തൊക്കെ നെറുകേടാണ് ഈ പന്നി ചെയ്തു കൂട്ടിയിരിക്കുന്നത്. പാടില്ല കുഞ്ഞെ, ഇന്നിവനെ നമ്മൾ കൊന്നാൽ അവൻ രക്ഷപ്പെടും. ഹർഷൻ അച്ഛനു വേണ്ടി നെറുകേട് മുഴുവൻ ചെയ്തു കൂട്ടിയത് അവനല്ലേ. അവൻ്റെ ശിക്ഷ കിച്ചൻ തീരുമാനിക്കട്ടെ. അല്ല, ആരാ വല്യമാവ ഈ കാർത്തിക? മേലേപ്പാട്ട് വീട്ടിലെ ചുവരിൽ കാണുന്ന ഫോട്ടോയിലുള്ള കൊച്ചാണോ? അത് കിച്ചൻ്റെ സഹോദരിയല്ലേ? തൊരപ്പൻ സംശയം പോലെ വല്യമാവനെ നോക്കി. അതെ, ഞാനും ആ കുട്ടിയെ വളരെ ചുരുക്കമേ കണ്ടിട്ടുള്ളൂ. സരോജയുടെ കല്യാണത്തിന് ദേവിയുടെ ഒക്കത്തിരുന്ന കുട്ടി. ആദ്യമായി ഞാൻ അവളെ കാണുന്നത് അന്നാ. പിന്നെ ലക്ഷ്മി മോളുടെ നൂലുകെട്ടിന് കിച്ചൻ്റെയും സുധിയുടെയും കൈപിടിച്ച് നടത്തുന്ന ഒരു സുന്ദരി കുട്ടി. സുന്ദരിയായിരുന്നടാ കുഞ്ഞെ, മേലെപ്പാട്ടെ ദേവകിയുടെ തനി സ്വരൂപം. പക്ഷേ അകാലത്തിൽ ജീവൻ പൊലിയാൻ വിധിക്കപ്പെട്ടവളായിരുന്നവൾ. തൂങ്ങി മരണമെന്ന് വിധി എഴുതി തള്ളിയത് ഇന്നൊരു കൊലപാതകമാണെന്ന് കേൾക്കുമ്പോൾ എൻ്റെ ദേഹം വിറയ്ക്കുക. ഇത് കിച്ചനോട് പറയണം. പക്ഷെ ഇതെല്ലാം കൂടി കേട്ട് കഴിയുമ്പോൾ അവൻ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. ശരിയാ വല്യമാവ, ഇപ്പം തന്നെ ലക്ഷ്മി മോളുടെ അച്ഛൻ്റെ മരണത്തിന് പിന്നിൽ ഇയാളാണെന്ന് കിച്ചൻ അറിയാം. അതിപ്പോൾ നമ്മൾ ഉറപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഇതും സായിക്കുട്ടൻ്റെ കാര്യവും അറിയുമ്പോൾ തളർന്നു പോകും ആ പാവം. അവൻ തളരാൻ പാടില്ല. അവനാണ് ഈ കുടുംബത്തിൻ്റെ നെടുന്തൂണ്. അവൻ തളർന്നാൽ സുധി പിന്നെ കാണില്ല. എനിക്കൊരു കാര്യം ഉറപ്പാ, സുധിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാൻ തോന്നുന്നു. അപകടത്തിലേക്ക് പോകും മുൻപ് എല്ലാ സത്യവും അവൻ അറിഞ്ഞു കാണും. അതാണ് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. വല്യമാവൻ ചുണ്ടിലേക്ക് വിരൽ ചേർത്തു. ആ നിമിഷം അതെങ്ങനെ വല്യമാവ? തൊരപ്പൻ പുരുകൻ ചുളിച്ചുകൊണ്ട് അയാളെ ആകാംക്ഷയോടെ നോക്കി. അത് നിസ്സാരമായ കാര്യമാണ് കുഞ്ഞെ. കാർത്തികയുടെ മരണത്തെക്കുറിച്ചും സായിക്കുട്ടൻ്റെ പിതൃത്വത്തെക്കുറിച്ചും അവസാന നിമിഷം അറിഞ്ഞ സുധി അത് ഉൾക്കൊണ്ടുകൊണ്ട് മരണത്തിൻ്റെ വക്കിലേക്ക് പോയത്. പക്ഷെ അതൊക്കെ ഉറ്റവരെ അറിയിക്കാതെ അവൻ്റെ ആത്മാവിന് അവനിൽ നിന്നും വിട്ടുപോകാൻ കഴിയില്ല. കാരണം അത്രത്തോളം കൂടെ നിൽക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ് സുധി. അവൻ അവർക്ക് വേണ്ടി തിരിച്ചും. ഇതൊക്കെ നമുക്ക് അവരോട് പറയണ്ടേ വല്യമാവ? നമുക്ക് നാളെ രാവിലെ അങ്ങ് പോയാലോ? തൊരപ്പൻ ചുറ്റുമൊന്ന് കണ്ണുടിച്ചു. ആ നിമിഷം പറ്റില്ല. 2 ദിവസം കൂടി ഇവിടെ ഒന്ന് പിടിച്ചു നിന്നിട്ട് വേണം പിള്ളേരെ പോയി കാണാൻ. നാളെ തന്നെ പോയാൽ സദാനന്ദന് സംശയം തോന്നും. 2 ദിവസം കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതെന്താ? തൊരപ്പൻ വീണ്ടും അയാളെ നോക്കി. 2 ദിവസം കഴിഞ്ഞാൽ ഇവൻ തടിയെടുക്കാൻ നിലമ്പൂര് പോകും. കുറച്ചു മുമ്പ് വിലാസിനി പറഞ്ഞതാ. അവൾ ബാഗൊക്കെ അടുക്കി വെക്കുന്നത് കണ്ടു. ആ സമയം പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തിരിച്ചു വരണം. വല്യമാവൻ നേരത്തെ ചിരിയോടെ പറയുമ്പോൾ തൊരപ്പനും മെല്ലെ തലയാട്ടി. സായിക്കുട്ടൻ, വല്യമാവൻ എന്തായി പറയുന്നത്? ആ കുഞ്ഞ് ഹർഷൻ്റെ. കിച്ച, നീ ഇത് കേൾക്കുന്നില്ലേ? വല്യമാവനിൽ നിന്നും അറിഞ്ഞത് ഞെട്ടലോടെ കേട്ട സതീഷ് കിച്ചൻ്റെ തോളി പിടിക്കുമ്പോൾ അവനും അതേ ഞെട്ടലോടെ തല വെട്ടിച്ചു. അണ്ണ, ഇത് കേട്ടപ്പോൾ ഞാനും വല്യമാവനും ഇതേപോലെയാണ് ആദ്യം വരുന്നത്. പണ്ട് ആ സേതുമാധവൻ കൂട്ടിക്കൊണ്ടു പോയത് അവനെ ഞങ്ങളുടെ നാട്ടിലേക്ക്. കാർത്തികയുടെ മരണത്തിന് കാരണമായ പടവിലിരുന്ന് തൊരപ്പൻ പറയുമ്പോൾ കിച്ചൻ മുഖത്തെ വിയർപ്പാഞ്ഞു തുടച്ചുകൊണ്ട് സതീഷിനെ നോക്കി. അപ്പോൾ അതാണ് സേതുമാധവനും സദാനന്ദനും തമ്മിൽ
അന്ന് രാത്രി തർക്കിച്ചതിന് കാരണം അല്ലേ സതീഷേട്ട? കിച്ചൻ ശ്വാസം എടുത്ത് വിടുമ്പോൾ സതീഷ് പതുക്കെ തലകുലുക്കി. അതേടാ, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ സേതുമാധവനെ ഇല്ലാതാക്കാൻ ഹർഷനെ പ്രകോപിപ്പിച്ചത്. രഹസ്യം ഇപ്പോൾ ഇതാണ്. അതിനിടയിൽ സുധിയും ചെന്നു പെട്ടു. അണ്ണ, ഇവരെ രണ്ടുപേരെയും സേതുമാധവൻ ഇല്ലാതാക്കി കേസ് അയാളുടെ പേരിൽ മാത്രമായി ഒതുക്കിയാൽ നാളെ ഒരു കാലത്ത് ലക്ഷ്മി മോളെ ഹർഷനെ കൊണ്ട് കെട്ടിക്കാൻ കഴിയും. രണ്ടാം ഘട്ടല്ലേ, കൊച്ചിനൊരു ജീവിതം വേണ്ടേ? ആ സമയത്ത് ഹർഷന്റെ കാര്യം എഴുത്തിടാനായിരുന്നു അയാളുടെ പദ്ധതി. പക്ഷേ ഇടയിൽ ഈ രഹസ്യം വന്ന് കയറിയപ്പോൾ ഹർഷന്റെ നിയന്ത്രണം വിട്ടുപോയി. അതാണ് സത്യത്തിൽ സംഭവിച്ചത്, അല്ലേ വല്യമാവ? തൊരപ്പൻ വല്യമാവിനെ നോക്കി കണ്ണുകൊണ്ട് പല പാവങ്ങൾ കാണിക്കുമ്പോൾ കിച്ചനും സതീഷും പരസ്പരം നോക്കി. പറ. തൊരപ്പൻ വീണ്ടും അയാളോട് കണ്ണു കാണിക്കുമ്പോൾ വലിയമ്മാവൻ്റെ ശ്വാസമൊന്നുയർന്നു. കണ്ണുകൾ നാലുപാടും പാഞ്ഞു. വല്യമ്മാവൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? കിച്ചൻ ആ നിമിഷം ചോദിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ മിഴിഞ്ഞു. അത് എനിക്കെങ്ങനെ പറയണമെന്നറിയില്ല മോനെ. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നീ എടുത്തു ചാടരുത്. ആലോചിച്ച് വേണം ഒരു തീരുമാനം എടുക്കാൻ. അയാൾ പതുക്കെ ഉമിനീരിറക്കുമ്പോൾ കിച്ചൻ താഴത്തെ പടവിലിരുന്നു കൊണ്ട് അയാളുടെ മടിയിലേക്ക് കൈയെടുത്ത് വെച്ചു. വല്യമ്മാവ. ഒപ്പം അവൻ്റെ